അമ്മ പോയിട്ട് വരാം. സമയം ഇപ്പോൾ 7:15. അപ്പോൾ നമ്മൾ വർക്കല പോകും. ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് വർക്കലയിലാണ്. വർക്കല ക്ലിഫൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ എവിടം വരെ എത്തുമെന്ന് നോക്കാം. സൈക്കിളിൽ പോകുന്ന വഴിക്ക് റാൻഡമായിട്ട് എടുത്ത കുറച്ച് വീഡിയോസേ ഉള്ളൂ. വേറെ ഒരു തരത്തിലുള്ള ക്യാമറ സെറ്റപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിനനുസരിച്ചുള്ള വീഡിയോ ഫുട്ടേജ് കുറഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോയിലുള്ളത്. ഇപ്പോൾ ഒരു 7:37 ആയിട്ടുണ്ട്. ഇലഗമണം എന്ന് പറയുന്ന സ്ഥലമാണ് അയക്കുന്നത്. 8:30 ആവും തോന്നുന്നു ഗൈസ് നമ്മൾ എത്താൻ വേണ്ടിയിട്ട്. ഇതൊരു ലൈവ് വ്ളോഗ് അല്ല, അത് കാരണം ഞാൻ വോയിസ് ഓവറും കൂടെ ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് ചവിട്ടുന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ മടുപ്പും ഉണ്ട് ഗൈസ്. വെയിലൊക്കെ വന്നു തുടങ്ങി. മിക്കവാറും കരിയുള്ള ചാൻസ് ഉണ്ട്. അയ്യോ, എൻ്റെ നിഴലിൽ കൂടെ വണ്ടി കയറി. വർക്കല ക്ലിഫിൽ സൈക്കിളിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നാലും ത്രൂ ഔട്ട് ചവിട്ടാൻ പറ്റാത്തത് കൊണ്ട് നിർത്തിയാണ് പോയത് ഓരോരോ സ്റ്റേഷൻസിൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് അയിരൂർ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ പാലത്തിലാണ്. ഇതിൻ്റെ താഴെ ഒരു മനോഹരമായിട്ടുള്ളൊരു ആറ് കാണാം. അവിടെ ആളുകളൊക്കെ കുളിക്കുന്നത് കൊണ്ട് ഞാൻ അധികം ഫുട്ടേജസ് എടുക്കാൻ പോയില്ല. ഇനി നമുക്ക് വർക്കലയിലോട്ട് പോകാം. ഈ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അഞ്ചുമൂർത്തി ക്ഷേത്രം. അമ്പലത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. ക്ഷേത്രം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് സഞ്ചരിച്ചെങ്കിലും ഭയങ്കരമായ കയറ്റം കാരണം ഞാൻ നല്ലതായിട്ട് എക്സോസ്റ്റഡ് ആയിപ്പോയി. അതുകൊണ്ട് ഫൂട്ടേജസ് ഒന്നും എടുത്തില്ല. പിന്നെ നടയറ പാലം എത്തി. അവിടെ നിന്ന് 5 കിലോമീറ്റർ ഉള്ളായിരുന്നു. എന്നാലും കുത്തനെ കയറ്റം കാരണം അവിടുത്തെ വീഡിയോയും എടുക്കാൻ പറ്റില്ല. ഇത്ര നേരം നമ്മൾ ഒറ്റയ്ക്കല്ല സൈക്കിൾ ചവിട്ടിയത്. ഇനി നമുക്കൊരു കമ്പാനിയനും കൂടെ ഉണ്ട്. വേറെ ആരുമല്ല, എൻ്റെ കസിൻ്റെ മകനായ ദേവനാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനെ പോലെയൊക്കെ തന്നെയാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് സൈക്ലിങ്ങിനൊക്കെ പോകാറുള്ളത്. നമ്മുടെ മീറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ വർക്കല സർക്കിളിൻ്റെ അടുത്താണ്. അങ്ങനെ സർക്കിളൊക്കെ തിരിഞ്ഞ് ഞാനങ്ങനെ അവനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഒരുമിച്ചായിരിക്കും ക്ലിഫിലോട്ട് പോകുന്നത്. ഹായ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഫുട്ടേജസ് ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ട് നെക്സ്റ്റ് ഷോട്ട് കാണാൻ പോകുന്നത് വർക്കല ക്ലിഫിലാണ്. ക്ലിഫിൽ കൂടെ നടന്നു പോയിട്ടുണ്ടെങ്കിലും ഈ ഫുട്പാത്തിൽ കൂടെ ഇതുവരെ സൈക്കിൾ ഓടിച്ച് പോയിട്ടില്ല. അങ്ങനെ അറ്റ് ലാസ്റ്റ് ക്ലിഫിലെത്തി. ഇനിയിപ്പം ഇതിലെ കൂടെ നമുക്ക് സൈക്കിൾ ഓടിച്ച് പോകാം ഗൈസ്. എൻ്റെ ലാസ്റ്റ് ലോങ്ങസ്റ്റ് ജേർണി എന്ന് പറയുന്നത് കാപ്പിൽ ബീച്ച് വരെയാണ് ഞാൻ സൈക്കിളിൽ പോയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് വർക്കല വരുന്നത്. പക്ഷേ ദേവനെ സംബന്ധിച്ചിടത്തോളം ഇത് നിസാരമാണ്. കാരണം അവൻ ഇതിനു മുമ്പേ വർക്കല വന്നിട്ടുണ്ട്. അതും മടവൂര് കിളിമാനൂരിൽ നിന്ന് വർക്കല വരെ വന്ന മുതലാണ് എൻ്റെ കൂടെ വരുന്നത്. ഏകദേശം 20 കിലോമീറ്ററോളം സൈക്കിളിൽ സഞ്ചരിച്ചാണ് അവൻ ഇവിടെ എത്തിയത്. ക്ലിഫിൽ കൂടെ വണ്ടി ഓടിക്കാൻ അതിമനോഹരമാണ് ഗൈസ്. കാരണം ഒരു സൈഡിൽ നോക്കിയാൽ അങ്ങ് പരന്ന് നീളെ കിടക്കുന്ന കടൽ, അടുത്ത സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കടകളും കഫേകളും എല്ലാം കൂടെ കൊണ്ട് നിറഞ്ഞ് അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ബ്ലാക്ക് ബീച്ചിൻ്റെ അടുത്തെത്തി. ബ്ലാക്ക് ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു വലിയ കഫേയുടെ അകത്തൂടെ നമ്മൾ കയറി അവസാനം ഒരു സ്റ്റെപ്പിൻ്റെ താഴെ ഇറങ്ങി. പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ചെന്നപ്പോഴത്തേക്കും അവിടെ ഇരിക്കാനൊക്കെ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അതെ ഗൈസ്, അവിടെയുള്ള കല്ലുകളെല്ലാം ഞങ്ങൾ ഇരിപ്പിടമാക്കി, പാറക്കല്ലുകൾ. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് വിശപ്പിൻ്റെ വിളി വന്നത്. സൈഡിൽ നോക്കാൻ നേരം ഒരു ചേട്ടൻ ഇളനീര് വിൽക്കുന്നു. അങ്ങനെ 2 പറഞ്ഞു. അതെല്ലാം കട്ട് ചെയ്ത് നമ്മുടെ കയ്യിലോട്ട് തന്നു. ഒരെണ്ണത്തിന് 50 രൂപ. ലോങ് റൈഡിന് ശേഷം കരിക്ക് കുടിക്കുന്ന ഞങ്ങൾ. സത്യം പറഞ്ഞാൽ ഇതൊന്നൊരു ലോങ് റൈഡ് അല്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലോങ് റൈഡാണ്. എങ്ങനെയുണ്ട്? ഓഫ് റോഡ് സെറ്റ്. കടലിൽ വന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും വീട്ടുകാരെ പ്രാർത്ഥന കൊണ്ട് ദൈവങ്ങളെ കൊണ്ട് വിടുമ്പോഴെത്തി. ഇപ്പൊ വെയിലും കൊണ്ട് തിരിച്ചെത്തിയാൽ മതി. പ്രാർത്ഥിക്കണേ. ഇതൊക്കെ ഒന്നും പേടിക്കണ്ട, ഇതെല്ലാം വെച്ചിട്ട് നമ്മള് ബസ് പിടിക്കും. ഞങ്ങൾ കരിക്ക് അഥവാ ഇളനീരിനെ കുത്തിപ്പൊളിച്ച് കഴിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെത് തേങ്ങയായിപ്പോയി ഗൈസ്. അത് കാരണം ചേട്ടൻ കത്തി വെച്ച് മുറിച്ച് തന്ന്. അങ്ങനെ ഞങ്ങൾ കരിക്കൊക്കെ കഴിച്ചിട്ട് ഫ്രണ്ടിലോട്ടുള്ള റോഡിൽ കൂടെ അങ്ങ് പോവുകയാണ്. ഭൂമി ഉരുണ്ടതല്ലേ, എവിടെയെങ്കിലും ചെന്നെത്തും എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി കടലിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മൾ ബ്ലാക്ക് ബീച്ച് വഴി വന്നതാണ്. ഇപ്പൊ എവിടെ എത്തിയെന്ന് അറിയാൻ വയ്യ. റിസോർട്ടിന്റെ ഫ്രണ്ടിലൊക്കെ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ കാശുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിടന്ന് വെയിലൊക്കെ കൊള്ളാം. വെയിൽ കൊള്ളാൻ പറ്റില്ല, വെറുതെ കടലിൽ കണ്ടുകൊണ്ടിരിക്കുക.
അപ്പം നമുക്ക് എവിടെ എത്തുമെന്ന് നോക്കാം. എവിടെയെങ്കിലും എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇടവ എത്തുമെന്ന് തോന്നുന്നു. മെയിൻ റോഡിൽ കയറാന്നുള്ളൊരു പ്രഡിക്ഷൻ വെച്ച് വന്നതാണെന്നുണ്ടെങ്കിലും ഇതേപോലുള്ള ഹിഡൻ സ്പോട്ട്സ് ഒക്കെയാണ് നമ്മൾ കാണേണ്ടതെന്ന് തോന്നുന്നു. ക്ലിഫിൻ്റെ കിഡിലം വ്യൂ നമുക്ക് ഇവിടെ നിന്നാൽ കിട്ടും. പിന്നെ വലുതായിട്ട് ക്രൗഡും ഇല്ല, സമാധാനം, ശാന്തം. ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുശാലം എന്ന് പറയുന്ന ഒരാളെ കണ്ട്. ഹീസ് ഫ്രം ചെന്നൈ. അങ്ങനെ ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുത്തു തന്നു. പിന്നെയാണ് അറിയുന്നത് പുള്ളിയുടെ കയ്യിൽ ഡ്രോണൊക്കെ ഉണ്ട്. അങ്ങനെ ഡ്രോൺ ഷോട്ടൊക്കെ ഞങ്ങൾക്ക് കുറച്ച് എടുത്തു തന്നു. അത് വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ എന്തായാലും അറ്റാച്ച് ചെയ്യുന്നില്ല. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ എടവയിലോട്ട് പോയി. എടവയിൽ പോകുന്ന വഴിക്ക് ഒരു ഷോപ്പിൽ കയറി സോഡ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് ഹൈഡ്രേറ്റഡ് ഒക്കെ ആയതിന് ശേഷം ഞങ്ങൾ ചവിട്ടാൻ തുടങ്ങി. എന്നിട്ടും ഒരു കാര്യവുമില്ല. ഒരു 100 മീറ്ററൊക്കെ കഴിയാറായപ്പോൾ തന്നെ വീണ്ടും ഡീഹൈഡ്രേഷൻ ആവാൻ തുടങ്ങി. കാരണം സൂര്യൻ ഉദിച്ച് ഉച്ചിയിൽ തന്നെ നിൽക്കുവാണ്. എന്നിട്ട് നമ്മളിപ്പോൾ കാപ്പിൽ വഴിയാണ് വീട്ടിലോട്ട് പോകുന്നത്. കാപ്പിൽ ബീച്ചിൻ്റെ ആ ബ്രിഡ്ജൊക്കെ ഇറങ്ങി പോകുന്ന വിഷ്വൽസാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഞങ്ങൾ കുറച്ചു നേരം പാലത്തിൻ്റെ മുകളിൽ നിന്ന് കാറ്റൊക്കെ കൊണ്ടു. എന്നിട്ട് പതിയെ വീണ്ടും യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ കാപ്പിൽ ബീച്ചിലൊക്കെ അത്യാവശ്യം നല്ല റഷുണ്ട്. പിന്നെ ഈ ഒരു ബീച്ച് റോഡിൽ കൂടെ പോകുന്നതിൻ്റെ ഏക ഒരു ആശ്വാസം എന്ന് വെച്ചാൽ നല്ലതായിട്ട് കാറ്റടിക്കും. ഈ കാറ്റ് കൊള്ളുന്നത് കാരണം ആ വെയിലിൻ്റെ ആ ഒരു ചൂട് അത്രയ്ക്ക് അറിയത്തില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പരവൂരാണ്. അപ്പോൾ പരവൂര് വഴി പോകാൻ നേരം ഗേറ്റ് അടവായിപ്പോയി. പിന്നെ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് 2-3 ട്രെയിനിനെയൊക്കെ നമ്മൾ പറഞ്ഞു വിട്ടു. പിന്നെ ഗേറ്റൊക്കെ തുറന്ന് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി. എന്നിട്ട് അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് വീണ്ടും വെള്ളം കുടിക്കാൻ തുടങ്ങി. കാര്യം വെയിലിൻ്റെ കാഠിന്യം അത്രയ്ക്ക് തന്നെ കൂടി തുടങ്ങി. ഇനി അങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കാനുള്ള സ്റ്റാമിന ഇല്ലാണ്ടായി. അങ്ങനെ അവസാനം വീടിൻ്റെ അടുത്തുള്ള റോഡ് വരെ എങ്ങനെയെങ്കിലും എത്തി. ഇനി ഈ ഒരു ഇറക്കം കൂടെ കഴിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ അവിടെ എത്താം. എൻ്റെ വയൽ, എൻ്റെ വീടെത്താറ്. ഓ, അങ്ങനെ വർക്കല വരെ പോയിട്ട് അവസാനം വീടെത്തി. Bye. Bye.